എല്ലാവർക്കും സ്വാഗതം. ഓർഗാനിക് കെമിസ്ട്രിയുടെ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സാമ്പിൾസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ ഒരു 6 എക്സാമ്പിൾ കൂടെ കാണാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എന്നാൽ ചില സമയം കൺഫ്യൂഷൻ വരുന്നതുമായ ചില എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് ആദ്യത്തത് 5-ഓക്സോ ഹെക്സനോയിക് ആസിഡ്. അപ്പോൾ അതിൽ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ അത് ഹെക്സാനോയിക് ആസിഡ് ആണ്. ഹെക്സാനോയിക് ആസിഡ്. അപ്പോൾ അത് കാർബോക്സിലിക് ആസിഡ് ആണ്. 6 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 6 കാർബൺ എഴുതണം. 3, 4, 5, 6. ഇനി അവിടെ ഹെക്സ് എനോയിക് ആസിഡ് ആണ്. അപ്പൊ ഏനെന്ന് വെച്ചാൽ നമുക്കറിയാം ആൽക്കേനുകളാണ്. അപ്പൊ സിംഗിൾ ബോണ്ടേ ഉള്ളൂ. സോ സിംഗിൾ ബോണ്ട് കൊടുത്തു എല്ലായിടത്തും. ഇനി കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് സി ഡബിൾ ബോണ്ടോ OH ഗ്രൂപ്പ് ഉണ്ട്. ഏതെങ്കിലും ഒരു എൻഡില് സി ഡബിൾ ബോണ്ടോ OH ഗ്രൂപ്പ് ആക്കുക. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം സി ഡബിൾ ബോണ്ടോ OH എന്ന് എഴുതി. ഇനി അടുത്ത കൂടെ മറ്റൊരു ഫംഗ്ഷണൽ ഗ്രൂപ്പായ ഓക്സോ ഉണ്ട്. ഓക്സോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കീറ്റോണിക് ഗ്രൂപ്പാണ്. ആ കീറ്റോണിക് ഗ്രൂപ്പ് കാണപ്പെടുന്നത് എവിടെയെന്ന് എഴുതിയിട്ടുണ്ട്. അത് 5ാമത്തെ കാർബണിലാണ്. അപ്പോൾ പ്രയോറിറ്റി ഓർഡർ നമുക്ക് ഓർമ്മയുണ്ട്. സി ഡബിൾ ബോണ്ട് OH ഗ്രൂപ്പിന് എപ്പോഴും 1ാം സ്ഥാനമാണ്. 1ാമത്തെ പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി ലിസ്റ്റ് നമ്മുടെ കൈവശമുണ്ട്. 12 എണ്ണത്തിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മുടെ കൈവശമുണ്ട്. സോ 1, 2, 3, 4, 5, 6. അപ്പൊ അതിൽ ഓക്സോ ഗ്രൂപ്പ് കാണുന്നത് എവിടെയാണെന്ന് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. 5ാമത്തെ കാർബണിലാണെന്ന് അറിയാം. സോ 5ാമത്തെ കാർബണില് ഓക്സോ സി അവിടെ ഉണ്ട്. ബാക്കി കൊടുത്താൽ മതി ഡബിൾ ബോണ്ടോ. ഇനി ബാക്കിയുള്ള വാലൻസി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യുക. ഇവിടെ ഒരു വാലൻസി ആയി, ബാക്കി 3. ഇവിടെ 1, 2, 4 ആയി. അപ്പോൾ വേണ്ട. ഇവിടെ H2, ഇവിടെ H2, ഇവിടെ H2. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ CH3 സിംഗിൾ ബോണ്ട് CO, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് COOH. ഓക്കെ. അപ്പോൾ 5-ഓക്സോ ഹെക്സനോയിക് ആസിഡ് എന്ന കോമ്പൗണ്ട് സ്ട്രക്ചർ ആയി കഴിഞ്ഞു. ഇനി മറ്റൊരു കോമ്പൗണ്ട് 3-ക്ലോറോപ്രൊപ്പനാൽ. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പ്രൊപ്പനാൽ എന്നാണ്. അപ്പൊ 3 കാർബണുള്ള ഒരു ആൽഡിഹൈഡ് ആണ്. ആളെന്ന് വെച്ചാൽ നമുക്കറിയാം ആൽഡിഹൈഡ് ആണ്. സോ പ്രൊപ്പനാൽ 1, 2, 3 കാർബൺ. അതിൽ ഈ ആൽഡിഹൈഡിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻഡിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പും വരാൻ പറ്റുള്ളൂ. സോ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പനാൽ സിംഗിൾ ബോണ്ടുകൾ കൊടുത്തതിന് ശേഷം ഒരു ഗ്രൂപ്പിനെ ആൽഡിഹൈഡ് ആക്കുക. സി ഡബിൾ ബോണ്ടോ H ആൽഡിഹൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അവിടെ കൊടുത്തു. ഇനി അവിടെ നമ്പർ കൊടുക്കുന്ന സമയത്ത് അവിടെ പ്രയോറിറ്റി ആൽഡിഹൈഡ് ഗ്രൂപ്പിനാണ്. സോ ഇത് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. അവിടെ പറയുന്നുണ്ട് 3ാമത്തെ കാർബണിൽ ഒരു ക്ലോറോ ഉണ്ടെന്ന്. ശരി, 3ാമത്തെ കാർബൺ നമ്മൾ നമ്പർ ഇട്ട് കഴിഞ്ഞു. അവിടെ ഒരു ക്ലോറോ ഇനി കൊടുക്കാം. 3ാമത്തെ ഒരു ക്ലോറോ Cl മുകളിലോ താഴെയോ സൈഡിലോ എവിടെയാണോ കൊടുക്കാം. ബാക്കി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യുക. CH2, CH2. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ CH2Cl, CH2, CHO എന്ന് എഴുതിയുള്ളത് 3-ക്ലോറോപ്രൊപ്പനാളിന്റെ ഫോമിൽ ആയി. ഇനി അടുത്ത കോമ്പൗണ്ട് കാണുന്ന സമയത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എങ്കിലും ചില ആൾക്കാർ ചില കൺഫ്യൂഷൻസ് പറയാറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത അത് കീറ്റോൺ ഗ്രൂപ്പാണ്, CO ഗ്രൂപ്പാണ്. പിന്നെ ഇതൊരു എസ്റ്റർ ആണ്, ഇതൊരു ഈതർ ആണ്. 3 ഫംഗ്ഷണൽ ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. O മാത്രം വന്നാൽ അത് ഈതർ ആണ്. ഈതർ IUPAC നെയിം ചെയ്യുന്ന രീതി അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആൽക്കോക്സി ആൽക്കെയിൻ. അതേസമയം സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് വന്നാൽ അത് എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ IUPAC നെയിം ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അത് ആൽക്കൈൽ ആൽക്കനോയേറ്റ്. അതേസമയം CO ഗ്രൂപ്പ് ആണെങ്കിൽ അത് കീറ്റോൺ ഗ്രൂപ്പാണ്. കീറ്റോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് ആൽക്കനോൺ എന്ന രീതിയിലാണ് നെയിം ചെയ്യുന്നത്. അപ്പൊ കണ്ടാൽ ഒരുപോലെയൊക്കെ ചിലർക്ക് തോന്നുമെങ്കിലും പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഡിഫറെന്റ് ആണ്. വളരെ ഡിഫറെന്റ് ആയ കോമ്പൗണ്ടുകളാണ്. O എന്ന് മാത്രം കണ്ടാൽ അത് എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ പേരിടുന്ന രീതിയും ഒരു സ്റ്റൈലാണ്. അത് ആൽക്കോക്സി ആൽക്കൈൽ എന്ന രീതിയിൽ പേര് വരണം. അതേസമയം O വന്നാൽ ഈതർ ആണ്. ഈതറിന്റെ പേര് വരുന്ന സമയത്ത് അത് ആൽക്കോക്സി ആൽക്കൈൽ എന്ന രീതിയിൽ പേര് വരണം. ഇനി CO ഗ്രൂപ്പ് ആണെങ്കിൽ അത് എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ പേര് വരേണ്ടത് മറ്റൊരു രീതിയിലാണ്, മറ്റൊരു കോമ്പൗണ്ട് ആണ്. ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നാണ്. അതേസമയം CO എന്ന് വെച്ചാൽ കീറ്റോൺ ഗ്രൂപ്പ് ആണ്. കീറ്റോൺ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ആൽക്കനോൺ. അപ്പൊ 3 വ്യത്യസ്ത കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ പേരിടണം. ഈതർ, എസ്റ്റർ, കീറ്റോൺ. ശരി, അപ്പൊ ആദ്യം കീറ്റോണിലേക്ക് വരാം. കീറ്റോണിലേക്ക് വരുന്ന സമയത്ത് ആൽക്കനോൺ എന്നാണ്. ആൽക്കനോൺ അവിടെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. CH3, CO, CH3. ഇനി നമുക്കറിയാം അവിടെ കാർബണിന്റെ എണ്ണം എടുക്കുക. 1, 2, 3 കാർബൺ. 3 കാർബണുള്ള കീറ്റോണിന്റെ പേര് പറയണം. 3 കാർബണുള്ള കീറ്റോണിന്റെ പേര് എല്ലാവർക്കും അറിയാം. 5 കാർബൺ പെന്റനോൺ ആണെങ്കിൽ 3 കാർബൺ പ്രൊപ്പനോൺ ആണ്. പ്രൊപ്പനോൺ. അപ്പൊ ഈ പ്രൊപ്പനോണിന്റെ കാര്യം പറയുന്ന സമയത്ത് പല ആൾക്കാർക്കും സംശയം പറഞ്ഞത്
ഈ പ്രൊപ്പൻ 2 എന്ന് വേണ്ടേ, അതായത് രണ്ടാമത്തെ കാർബൺ ആണ് CO ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ എഴുതണ്ടേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്ന് വെച്ചാൽ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ എഴുതണ്ട. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കീറ്റോൺ ഗ്രൂപ്പിന്റെ പ്രത്യേകത, C ഡബിൾ ബോണ്ട് ഗ്രൂപ്പിന്റെ പ്രത്യേകത, അതിന്റെ ഇപ്പുറത്തെ വാലൻസിയിലും ഇപ്പുറത്തെ വാലൻസിയിലും കാർബൺ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയുള്ളൂ. C ഡബിൾ ബോണ്ട് ഗ്രൂപ്പിന്റെ പ്രത്യേകത ഈ വാലൻസിയിലും കാർബൺ വന്നാൽ മാത്രമേ കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു വാലൻസിൽ ഹൈഡ്രജൻ വന്നു പോയാൽ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പായി മാറും, CHO ആയി മാറും. ഓക്കെ, അപ്പോൾ കീറ്റോൺ ഗ്രൂപ്പിന്റെ പ്രത്യേകത ആ രണ്ട് വാലൻസിയിലും കാർബൺ ഉണ്ടായിരിക്കണം. അപ്പൊ രണ്ട് വാലൻസിയിലും കാർബൺ ഉണ്ടായിരിക്കണമെങ്കിൽ ഒരു കാരണവശാലും കീറ്റോൺ ഗ്രൂപ്പ് ഒരു എൻഡിൽ വരാൻ കഴിയില്ല. അതായത് ഇങ്ങനെ ഒരു സാധ്യതയില്ല, CH3 CH2 CO ഇങ്ങനെ വരാൻ കഴിയില്ല. കാരണം C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ് വന്നാൽ പിന്നെ വാലൻസി ബാക്കി. ഓക്കെ, അപ്പൊ ഈ കീറ്റോൺ ഗ്രൂപ്പ് വരാൻ കഴിയുന്നത് അകത്തുള്ള കാർബണിൽ മാത്രമേ വരാൻ കഴിയുള്ളൂ. സോ ബ്യൂട്ടനോണിന്റെ കേസ് നോക്കിയാലും ഇത് ബാധകമാണ്. ബ്യൂട്ടനോണിന്റെ പ്രത്യേകത ഒന്നുകിൽ ഈ കാർബൺ കീറ്റോൺ ഗ്രൂപ്പ് ആകുക, അല്ലെങ്കിൽ ഈ കാർബൺ കീറ്റോൺ ഗ്രൂപ്പ് ആകുക. രണ്ടും അല്ലാത്തൊരു പോസിബിലിറ്റി ഇല്ല. എങ്ങനെ വന്നാലും ശരി അത് ബ്യൂട്ടനോൺ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ 1 2 3 4 ഇത് കീറ്റോൺ ഗ്രൂപ്പായിട്ട് എടുത്താൽ അത് ബ്യൂട്ടൻ 2 ആണ്. അതേസമയം ഇതാണ് കീറ്റോണിക് ഗ്രൂപ്പായിട്ട് എടുത്താൽ പിന്നെ ഇവിടെ നിന്നാണ് നമ്പറിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് കീറ്റോൺ ഗ്രൂപ്പ് 1 2 3 4, അതും എന്ത് തന്നെയാണ്, ബ്യൂട്ടൻ 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്യൂട്ടനോണിനെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടൻ 2 എന്നൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്യൂട്ടനോണിന് പ്രത്യേകിച്ച് നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല, ബ്യൂട്ടനോൺ എന്ന് എഴുതിയാൽ മതി. അതുപോലെ തന്നെയാണ് പ്രൊപ്പനോണിന്റെ കേസ്. പ്രൊപ്പനോണിന്റെ കേസ് പറയുന്ന സമയത്ത് മറ്റൊരു സാധ്യതയില്ല, പ്രൊപ്പൻ 2 എന്നല്ലാതെ മറ്റൊരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ പ്രൊപ്പൻ 2 എന്ന് ആരും പറയാറില്ല, പകരം പ്രൊപ്പനോൺ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതേസമയം പെന്റനോണിന്റെ കേസ് വന്നാൽ പെന്റനോണിൽ ഈ കാർബൺ കീറ്റോൺ ഗ്രൂപ്പ് ആവാം. അപ്പൊ ആ സമയത്ത് 1 2 3 4 5, അപ്പൊ പെന്റൻ 2 ബാക്കി ഹൈഡ്രജൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ CH3 CH2 CH2 CH3. ശരി, ഇനി മറ്റൊരു സാധ്യത ഈ കാർബൺ കീറ്റോണിക് ആവാം. 1 2 3 4 5, അപ്പൊ പെന്റൻ 3. ഇനി മറ്റൊരു സാധ്യത ഈ കാർബൺ കീറ്റോൺ ഗ്രൂപ്പ് ആവാം. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമ്പറിംഗ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ അതും പെന്റൻ 2 ആണ്. അപ്പൊ പെന്റനോണിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ, ഒന്ന് പെന്റൻ 2 പെന്റൻ 3. അപ്പൊ അങ്ങനെ രണ്ട് പോസിബിലിറ്റി വരുന്നത് കൊണ്ട് പെന്റനോൺ എന്ന് പറയുന്ന സമയത്ത് പെന്റനോൺ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, പകരം പെന്റൻ 2 എന്നും പെന്റൻ 3 എന്നും പറയാം. ഓക്കെ, അതേസമയം പ്രൊപ്പനോൺ പറയുന്ന സമയത്ത് പ്രൊപ്പൻ 2 എന്ന് പറയരുത്, പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാൽ മതി. ബ്യൂട്ടനോൺ എന്ന് പറയുന്ന സമയത്ത് ബ്യൂട്ടൻ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ബ്യൂട്ടനോൺ എന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇനി അതേസമയം അതിന് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഗ്രൂപ്പ് കൂടെ വന്നാൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ ബ്യൂട്ടൻ 2 എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇനി പെന്റനോണിന്റെ കേസ് വരുന്ന സമയത്ത് പെന്റനോണിന്റെ കേസിൽ ആ നമ്പർ കൃത്യമാണ്, പെന്റനോൺ എന്ന് പറയരുത്, പകരം പെന്റൻ 2 എന്നും പെന്റൻ 3 എന്നും വ്യക്തമായി പറയണം. ഞാൻ ഒന്നുകൂടെ പറയാം, പ്രൊപ്പനോൺ ആണെങ്കിൽ പേരില്ല, നമ്പർ ഇല്ല, സോറി, പ്രൊപ്പൻ 2 എന്ന് ആരും പറയാറില്ല, പ്രൊപ്പനോൺ എന്ന് മാത്രം. ബ്യൂട്ടനോൺ ആണെങ്കിൽ ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ബ്യൂട്ടനോണിന്റെ കൂടെ വേറെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പ് വന്നാൽ, ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് 1 2 3 ക്ലോറോ ബ്യൂട്ടൻ 2 എന്ന് പറയാറുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷെ അവിടെയും 3 ക്ലോറോ ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു രീതിയിൽ നമുക്ക് അവിടെ എഴുതാൻ കഴിയില്ലെന്ന് ഓർമ്മ വേണം. ശരി, ഇനി അതേസമയം പെന്റനോണിന്റെ കേസിൽ പെന്റനോൺ എന്നല്ല എഴുതേണ്ടത്, പകരം കൃത്യമായി പറയണം അത് എത്രാമത്തെ കാർബൺ എന്ന് പറയണം, രണ്ടാമത്തെയാണോ മൂന്നാമത്തെ എന്ന് പറയണം, പെന്റൻ 2 ആണെന്നോ പെന്റൻ 3 ആണെന്നോ പറയണം. ഓക്കെ, ശരി. ഇനി അടുത്ത എക്സാമ്പിൾ, അത് മറ്റൊരു കോമ്പൗണ്ട് ആണ്, ഡിഫറെന്റ് ആയ കോമ്പൗണ്ട് ആണ്, CH3 COO CH3. ഇതിന്റെ പ്രത്യേകത അതിന്റെ എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ IUPACനെയും പറയുന്ന സമയത്ത് രണ്ട് വാക്കുകളുണ്ട്. ഒരു വാക്ക് ആൽക്കൈൽ എന്നും മറ്റൊരു വാക്ക് ആൽക്കനോയേറ്റ് എന്നും. അപ്പൊ ഇതിൽ ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും CO ഗ്രൂപ്പിന്റെ അടുത്ത് വരുന്ന ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആൽക്കൈൽ എന്ന് പറയേണ്ടത്. ബാക്കിയുള്ള ഇത്രയും കാർബൺ എടുത്തിട്ട് അതിനെ ആൽക്കനോയേറ്റ് എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ എസ്റ്റർ എന്ന് വെച്ചാൽ മറ്റൊരു കോമ്പൗണ്ട് ആണ്, ഡിഫറെന്റ് കോമ്പൗണ്ട് ആണ്. അപ്പൊ അതിന്റെ പേരിടുന്നത് മറ്റൊരു രീതിയിലാണ്, അത് പേരിടുന്ന രീതിയാണ് ഈ പറഞ്ഞത്, ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്ന രീതിയിൽ പറയണം.
ആൽക്കൈൽ ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ CO ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കാണുന്ന ആൽക്കൈലാണ്. ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ പേര് പറഞ്ഞു നോക്കാം. ഒരു കാർബണുള്ള ആൽക്കൈൽ, 5 കാർബണുള്ള ആൽക്കൈൽ പെന്റൈലാണ്. ഒരു കാർബൺ ആയതുകൊണ്ട് അത് മീത്തൈലാണ്. അപ്പൊ അത്രയായി കഴിഞ്ഞു. ഇനി ആൽക്കനോയേറ്റ് ഉണ്ടാക്കണം. 5 കാർബണുള്ള ആൽക്കനോയേറ്റ് ആണെങ്കിൽ അത് പെന്റനോയേറ്റ് ആണ്. 4 കാർബൺ ആണെങ്കിൽ അത് ബ്യൂട്ടനോയേറ്റ് ആണ്. രണ്ട് ഇവിടെ എത്ര കാർബൺ എന്ന് നോക്കിയാൽ നമുക്കറിയാം, 1 2 കാർബൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്തനോയേറ്റ് ആണ്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് മീത്തൈൽ എത്തനോയേറ്റ് എന്ന രീതിയിൽ പറയണം. കീറ്റോൺ ഗ്രൂപ്പായിട്ട് ഒരു ബന്ധമില്ല, മറ്റൊരു കോമ്പൗണ്ടാണ്. ശരി, ഇനി അടുത്ത കോമ്പൗണ്ട് മറ്റൊരു കോമ്പൗണ്ടാണ്. അത് ഈതർ ആണ്. ഈതർ. അപ്പൊ ഇത് കീറ്റോൺ, ഇത് എസ്റ്റർ, ഇത് ഈതർ. ഈതറിന്റെ പേരിടുന്നത് എങ്ങനെ? അതിനകത്ത് 2 വാക്കുണ്ട്. അതിങ്ങനെ ആൽക്കോക്സി ആൽക്കേൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ ആൽക്കോക്സി ഗ്രൂപ്പ് ഏതാണ് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ അവിടെ വന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് 2 സൈഡും നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കിയതിനു ശേഷം അതിൽ ചെറിയ ഗ്രൂപ്പിനെ, കാർബൺ നമ്പർ കുറഞ്ഞ ഗ്രൂപ്പിനെ, ചെറിയ ഗ്രൂപ്പിനെ, അല്ലാതെ വലതുവശത്തുള്ള ഗ്രൂപ്പെന്നോ ഇടതുവശത്തുള്ള ഗ്രൂപ്പെന്നോ അല്ല, അതിനകത്ത് ചെറിയ ഗ്രൂപ്പിനെ ആൽക്കോക്സി എന്ന് പറയുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ 2 കാർബൺ, ഇവിടെ നിങ്ങോട്ട് നോക്കുന്ന സമയത്ത് 1 കാർബൺ. അപ്പൊ ചെറുതെന്ന് വെച്ചാൽ 1 കാർബൺ ഉള്ളതാണ്. 1 കാർബൺ ഉള്ള ആൽക്കോക്സി എന്ന് വെച്ചാൽ എങ്ങനെ പറയും? 5 കാർബണുള്ള ആൽക്കോക്സി ആണെങ്കിൽ അത് പെന്റോക്സി ആണ്. 3 കാർബണുള്ള ആൽക്കോക്സി ആണെങ്കിൽ പ്രൊപ്പോക്സി ആണ്. 1 കാർബൺ ആയതുകൊണ്ട് അതിനെ വിളിക്കേണ്ട പേര് മെത്തോക്സി. അവിടെ ഇടതുവശമൊന്നും വലതുവശമൊന്നും അല്ല പറഞ്ഞത്, കാർബൺ നമ്പർ കുറഞ്ഞ ഗ്രൂപ്പിനെ ആൽക്കോക്സി എന്ന് പറയണം. ഇനി ബാക്കി ഇവിടെ 2 കാർബണുള്ള ആൽക്കേന്റെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ആൽക്കൈൽ അല്ല. 5 കാർബണുള്ള ആൽക്കൈൽ ആയിരുന്നെങ്കിൽ പെന്റേൻ എന്ന് എഴുതിയേനെ. 3 കാർബൺ ആണെങ്കിൽ അത് പ്രൊപ്പൈൻ എന്ന് എഴുതിയേനെ. 2 കാർബൺ ആയതുകൊണ്ട് ഈത്തേൻ എന്ന് എഴുതണം. സോ മെത്തോക്സി ഈത്തേൻ എന്ന് ഈ കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ, CH3 CH2 CH2 OCH3. ഇതൊരു ഈതറാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് 2 സൈഡ് നോക്കുക. അപ്പൊ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് 3 കാർബൺ ഉണ്ട്, ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് 1 കാർബൺ ഉണ്ട്. അപ്പൊ അവിടെ ചെറിയ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പൊ ഇത് ആൽക്കോക്സി ആണ്, ഇത്രയും ആൽക്കേൻ ആണ്. അപ്പൊ പേര് പറയുന്ന സമയത്ത് 1 കാർബണുള്ള ആൽക്കോക്സി മെത്തോക്സി. ഇനി 1 2 3 കാർബണുള്ള ആൽക്കേൻ പ്രൊപ്പൈൻ. ഈ കോമ്പൗണ്ടിന്റെ പേര് മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറയാം. അടുത്ത കോമ്പൗണ്ട് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് ഔട്ട് ആണ്. ശരി, അപ്പോൾ അവിടുത്തെ 2 ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. അവിടുത്തെ 2 ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് ആൽക്കൈൻ ആണ്, ആൽക്കൈൻ C ട്രിപ്പിൾ ബോണ്ട് C ആണ്. മറ്റൊന്ന് C ഡബിൾ ബോണ്ട് C ആണ്. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ഉള്ള 2 ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ പരിശോധിച്ചാൽ അതിൽ 11ാം സ്ഥാനം, നമ്മൾ തന്നിരിക്കുന്ന ലിസ്റ്റിൽ 11ാമത്തെ സ്ഥാനത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കീൻ ഉണ്ട്. അതുപോലെ തന്നെ 12ാം സ്ഥാനത്ത് ആൽക്കൈൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പ്രയോറിറ്റി വരുന്നത് ആൽക്കീൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്പർ കൊടുക്കുന്ന സമയത്ത് ആൽക്കീന് പ്രയോറിറ്റി വരണം. സോ നമ്പർ കൊടുക്കാം 1 2 3 4 5 6. ഓക്കെ, അപ്പൊ 6 കാർബൺ ഉള്ള ആൽക്കീൻ ആണ്. അപ്പൊ 6 ഹെക്സ് അത്രയും. ഇനി ഹെക്സ് ഈൻ അവിടെ നോക്കുന്ന സമയത്ത് നോക്കുന്നത് അവിടെ 2 ഡബിൾ ബോണ്ടുകളുണ്ട്. അപ്പൊ 5 ഡബിൾ ബോണ്ടുകൾ വന്നാൽ അത് പെന്റായീൻ എന്ന രീതിയിൽ വരണം. അപ്പോൾ ഇവിടെ 2 ഡബിൾ ബോണ്ടുകളാണ്. 2 ഡബിൾ ബോണ്ടുകൾ വന്നാൽ അത് ഡൈനായി. അപ്പൊ ഒന്നുകൂടെ ഓർമ്മിക്കാം, 1 ഡബിൾ ബോണ്ടേ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമ്മൾ അവിടെ ഹെക്സീൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാലേ. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് അത് ഹെക്സ് ഡൈൻ ആണ്. ഇനി ആ ഡൈന്റെ പ്രത്യേകത അതൊന്ന് സിങ്ക് ചെയ്ത് പറയണമെങ്കിൽ അത് ഹെക്സ് ഡൈൻ എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ പോലെ, ഒരു മിസ്ലിങ്കിങ് പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെക്സാഡൈൻ എന്നാക്കുന്നു. ഹെക്സാഡൈൻ ആണ്, ഹെക്സേൻ അല്ല, ഹെക്സാഡൈൻ ആണ്. ഇനി ആ ഡൈൻ ഏതൊക്കെ പൊസിഷനിലാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഡൈൻ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിച്ചത് 2 ഡബിൾ ബോണ്ട് എന്നാണ്. അതിൽ ഡൈൻ ഏതിലൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 നും 2 നും ഇടയിലുണ്ട്. അപ്പൊ അവിടെ 1 നമ്പർ ഉണ്ട്. ഇനി അതുപോലെ തന്നെ 3 നും 4 നും ഇടയിലുണ്ട്. അപ്പൊ അതായത് 3 നമ്പറും ഉണ്ട്. അപ്പൊ എവിടെയൊക്കെ ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാർബണിനും 2ാമത്തെ കാർബണിന്റെ ഇടയിലാണ്. അതിൽ ലോവസ്റ്റ് നമ്പർ 1 ഞാൻ എടുത്തു. ഇനി 3ാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിന്റെ ഇടയിലാണ്. അതിൽ ലോവസ്റ്റ് നമ്പർ 3 എടുത്തു. അപ്പൊ ഹെക്സാഡൈൻ ആണ്. ഒന്നുകൂടെ ഓർമ്മിക്കാം,
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ രീതി എന്ന് വെച്ചാൽ 6 കാർബൺ ആയതുകൊണ്ട് അത് ഹെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് 2 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ ഒരു 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 സിങ്കിങ് വരാൻ വേണ്ടി അത് ഹെക്സാഡൈൻ എന്നാക്കി. ഇനി ആ ഹെക്സാഡൈനിൽ തന്നെ ഏതൊക്കെ പൊസിഷനാണ് ഡബിൾ ബോണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ 1ലും 3ലുമാണ്. ഹെക്സാ 1,3 ഡൈൻ എന്നാക്കി. ഹെക്സാ 1,3 ഡൈൻ എന്നാക്കി. ഇനി അതിന്റെ കൂടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് കാണിക്കാൻ വേണ്ടി അവസാനത്തെ അക്ഷരം മാറ്റുക, ഒരു ഹൈഫൺ കൊടുത്തു. അപ്പൊ അഞ്ചാമത്തെ കാർബണിൽ ആ ട്രിപ്പിൾ ബോണ്ടിന്റെ പോസിബിലിറ്റി ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം വൈനാണ്, അയിനാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ. അപ്പോൾ ഹെക്സാ 1,3 ഡൈൻ 5 അയൺ എന്ന രീതിയിൽ അതിനെ പറയാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക. ഹെക്സാ 1,3 ഡൈൻ 5 അയൺ എന്ന രീതിയിൽ പറയണം. എന്തുകൊണ്ട് അവിടെ ആൽക്കീൻ എന്ന ഗ്രൂപ്പിന് പ്രയോറിറ്റി വന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആൽക്കീനാണ് മുകളിൽ, ആൽക്കൈൻ താഴെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ കൊടുക്കുന്ന സമയത്ത് ആൽക്കീന് ലോവസ്റ്റ് പ്രയോറിറ്റി കിട്ടും, ആൽക്കീന് ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിൽ പ്രയോറിറ്റി അറേഞ്ച് ചെയ്യണം. ആൽക്കീന് ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിൽ പ്രയോറിറ്റി അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഈ നോമെൻക്ലേച്ചർ എന്ന് വെച്ചാൽ ഒരുപാട് കൺസെപ്റ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര എക്സാമ്പിൾ ചെയ്താലും അധികമാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ നല്ലവണ്ണം ചെയ്ത് പഠിക്കുക, കിട്ടാവുന്നിടത്തോളം ചെയ്ത് പഠിക്കുക.